ഹിന്നോം താഴ്വര, വാലി ഓഫ് ഹിന്നോം. ബെൻ ഹിന്നോം താഴ്വര എന്നും ഇതിന് പേരുണ്ട്. ഹിന്നോമിൻ്റെ മകൻ്റെ താഴ്വര എന്നാണ് അതിനർത്ഥം. യോശുവ 15 അധ്യായം 8 വാക്യം. ഹിന്നോമിൻ്റെ പുത്രനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. യോശുവയുടെ കാലത്തിന് മുമ്പ് ജീവിച്ചിരുന്ന അയാളുടെ വകയായിരുന്നിരിക്കണം ഈ താഴ്വര. അത് ബെന്യാമീൻ യഹൂദ ഗോത്രങ്ങളെ വേർതിരിക്കുന്നു. യോശുവ 15, 8, 18, 16. യിരെമ്യാ പ്രവാചകന്റെ കാലത്ത് ഇവിടെ മോലേക്ക് ദേവന് ശിശുക്കളെ അഗ്നിപ്രവേശം ചെയ്യിപ്പിച്ചിരുന്നു. 2 രാജാക്കന്മാർ 23:10 നാം അത് വായിക്കുന്നുണ്ട്. ഇതിനെ കൊലത്താഴ്വര അഥവാ വാലി ഓഫ് സ്ലോട്ടർ എന്നും വിളിച്ചിട്ടുണ്ട്. യിരെമ്യാ പ്രവചനം 19:6. ശലോമോൻ മോലേക്ക് ദേവന് ഇവിടെ പൂജാഗിരി പണിതു. 1 രാജാക്കന്മാർ 11:7. ആഹാസും മനശ്ശെയും പുത്രന്മാരെ അഗ്നിപ്രവേശം ചെയ്യിപ്പിച്ചു. 2 രാജാക്കന്മാർ 16:3, 2 ദിനവൃത്താന്തം 28:3, 33:6. ഈ മ്ലേച്ഛതകൾക്ക് അറുതി വരുത്താൻ യോശിയ രാജാവ് ഈ താഴ്വരയെ അശുദ്ധമാക്കി മനുഷ്യാസ്ഥികൾ കൊണ്ട് അവിടെ നിറച്ചു. 2 രാജാക്കന്മാർ 23:10, 13, 14, 2 ദിനവൃത്താന്തം 34:4, 5. ഇങ്ങനെ ഈ താഴ്വര നഗരത്തിലെ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് ദഹിപ്പിക്കുന്ന സ്ഥലമായി. അവിടെ തീ നിരന്തരം കത്തിയെരിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അത് ദുഷ്ടന്മാർക്ക് നരകത്തിൽ ലഭിക്കുന്ന നിത്യദണ്ഡനത്തിന് പ്രതീകമായി തീർന്നു. ഹിന്നോം താഴ്വര എന്നർത്ഥമുള്ള ഗെഹിന്നോം എന്ന എബ്രായ പദത്തെ വിവർത്തനം ചെയ്ത് നരകത്തിൻ്റെ പേരായി ഗ്രീക്കിൽ ഉപയോഗിച്ചു. ക്രിസ്തു 11 പ്രാവശ്യവും യാക്കോബ് 1 പ്രാവശ്യവും ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്.